നൈജീരിയയിൽ 1990കളുടെ ആരംഭത്തിൽ റെയ്നാഡ് ബോങ്കെ ചെന്ന ഒരു ക്രൂസൈഡിന് പെട്ടെന്ന് ബോങ്കയ്ക്ക് വിവരം കിട്ടുന്നു. ഹോട്ടലിലിരിക്കുന്ന ബോങ്കയ്ക്ക് വിവരം കിട്ടുന്നു. ആ ഒരു സിറ്റിയിൽ പല ഭാഗത്തും കലാപമുണ്ടാകുന്നു. ബോങ്കയ്ക്കെതിരെ കലാപമുണ്ടാകുന്നു. പലയിടത്തും ബിൽഡിങ്ങുകൾ നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്നു. ബോങ്കെ പെട്ടെന്ന് രാജ്യം വിടണം. അങ്ങനെ ക്രൂസൈഡൊന്നും നടക്കാതെ ബോങ്കെ രാജ്യം വിടേണ്ടതായിട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപണം വന്നു. അതായത് ബോങ്കെ വന്നതാണ് നൈജീരിയയിൽ കലാപമുണ്ടായത്. നൈജീരിയയിൽ ഇനിയും ബോങ്കയെ കാലുകുത്തിക്കത്തില്ല എന്നുള്ള തീരുമാനങ്ങളൊക്കെ വന്നു. സ്റ്റോറി ഷോർട്ടായിട്ട് പറഞ്ഞാൽ ബോങ്കയ്ക്ക് നൈജീരിയയിൽ പ്രസംഗിക്കുവാൻ കഴിഞ്ഞില്ല. ബോങ്കയുടെ ആഗ്രഹം നൈജീരിയ എന്ന ആഫ്രിക്കൻ രാജ്യത്തും തനിക്ക് പ്രസംഗിക്കണം. അങ്ങനെ കുറേ കാലങ്ങൾ മുമ്പോട്ട് പോയി കേട്ടോ. പല ശ്രമങ്ങൾ അദ്ദേഹം നടത്തി. നൈജീരിയയിൽ പ്രസംഗിക്കുവാനുള്ള പല ശ്രമങ്ങൾ അദ്ദേഹം നടത്തി. അതൊന്നും ഫലപ്രദമായില്ല. എന്നാൽ നൈജീരിയയുടെ ഒരു അയൽ രാജ്യത്ത് ഒരിക്കൽ ബോങ്കെ പ്രസംഗിക്കുവാൻ ചെല്ലുമ്പോൾ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ നൈജീരിയയുടെ പട്ടാളത്തിൻ്റെ ഒരു ജനറൽ താമസിക്കുന്നുണ്ടായിരുന്നു. ആ ജനറൽ അറിഞ്ഞു ഈ പറഞ്ഞ ബോങ്കെ ആ ഒരു ഹോട്ടലിൽ വന്ന് താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വലിയ ആഗ്രഹം തോന്നി, ബോങ്കെ എന്ന് പറയുന്ന സുവിശേഷകനെ ഒന്ന് കാണണം. കാരണം ഈ ജനറൽ ഒരു വിശ്വാസിയാകുന്ന ബോൺ അഗെയിൻ ആകുന്ന ജനറലാണ്. അങ്ങനെ ബോങ്കയുടെ അടുത്ത് ഈ ജനറൽ ചെന്നു. ബോങ്കയുമായിട്ട് കണ്ടു, സംസാരിച്ചു, പരിചയപ്പെട്ടു. ഈ ജനറൽ ബോങ്കയോട് പറഞ്ഞു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞ് ഒരു തുണ്ടു പേപ്പറിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ നമ്പർ എഴുതി കൊടുത്തു. ബോങ്കെ പറഞ്ഞു, എൻ്റെ ആഗ്രഹം എനിക്ക് നൈജീരിയയിൽ പ്രസംഗിക്കണം, അതിനുവേണ്ടി ഒരു വിസ തരണം. അദ്ദേഹം മറുപടി ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം അങ്ങനെ തന്നെ അങ്ങ് പോയി. എന്നാൽ അടുത്ത ദിവസത്തെ ന്യൂസ് പേപ്പറുകളിൽ കണ്ട വാർത്ത, അതായത് ഇതേ ജനറൽ തന്നെ അടുത്ത ഇലക്ഷന് നൈജീരിയൻ പ്രസിഡൻ്റ് ആകുവാൻ മത്സരിക്കുന്നു. ബോങ്കെ ആ വാർത്ത കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അന്നേരം തന്നെ ബോങ്കെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ആ മനുഷ്യനെ നൈജീരിയയുടെ പ്രസിഡൻ്റാക്കണം. ചുരുക്കി പറഞ്ഞാൽ മാസങ്ങൾക്കുള്ളിൽ ഈ മനുഷ്യൻ നൈജീരിയയുടെ പ്രസിഡൻ്റാകുന്നു. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞപ്പോൾ ബോങ്കെ തൻ്റെ ആ പഴയ പേപ്പർ, ആ പണ്ടത്തെ ജനറൽ കൊടുത്ത പേപ്പർ വലിച്ചെടുത്തു. അതിൽ കണ്ട ഫോൺ നമ്പറിലേക്ക് കോൾ ചെയ്തു. അങ്ങേ തലയ്ക്കൽ പ്രസിഡൻറ്റ് സംസാരിക്കുകയാണ്. ബോങ്കെ പറഞ്ഞു, ഞാൻ ഇവാഞ്ചലിസ്റ്റ് റെയ്നാഡ് ബോങ്കെ, എനിക്ക് നിങ്ങളുടെ രാജ്യത്ത് പ്രസംഗിക്കണം. അതിനെന്താ? പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക ക്ഷണം, നൈജീരിയയിൽ പ്രസംഗിക്കുവാൻ വേണ്ടി പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക ക്ഷണം. എയർപോർട്ടിൽ നിന്ന് ഒരു രാഷ്ട്രത്തലവൻ വന്നാൽ എങ്ങനെയാണോ സ്വീകരണം കൊടുക്കുന്നത്, അങ്ങനെ നൈജീരിയൻ പട്ടാളത്തിൻ്റെ അകമ്പടിയോടുകൂടെ ബോങ്കയെ കൊണ്ടുപോവുകയാണ് പ്രസിഡൻറ്റിൻ്റെ അതിഥിയായി നൈജീരിയയിൽ പ്രസംഗിക്കുവാൻ. എന്ത് പാഠമാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ പഠിക്കേണ്ടത്? നമ്മളുടെ പൊളിറ്റിക്കൽ ബന്ധങ്ങൾ, അതിൻ്റെ പിന്നിലെ കാരണം നമ്മുടെ രാഷ്ട്രീയ ചേരിതിരിവ് അല്ല എന്ന പ്രധാന പാഠം. ബോങ്കയെ നൈജീരിയയിലെത്തിച്ചത്, ബില്ലി ഗ്രഹാമിനെ യേശുവിൻ്റെ രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള അംബാസിഡർ എന്നറിയത്തക്കോണം ലോകരാഷ്ട്ര തലവന്മാർ ബില്ലി ഗ്രഹാമിൻ്റെ ശബ്ദത്തിന്, ദൂതിന്, സന്ദേശത്തിന് കാതോർത്തതിൻ്റെ കാരണം അവരുടെ മേലുള്ള അസാധാരണമാകുന്ന ദൈവിക അഭിഷേകമാണ്. പൊളിറ്റിക്സ് ഒന്നും നമ്മൾ കളിക്കാൻ പോകണ്ട. അഭിഷേകമുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുൻപിൽ രാഷ്ട്രത്തലവന്മാർ പണ്ട് എലീശയെ കാണാൻ നാമാൻ വന്നതുപോലെ വന്ന് രഥങ്ങൾ നിർത്തി ചോദിക്കും, ദൈവപുരുഷൻ എവിടെ, എനിക്കവൻ്റെ ശബ്ദം കേൾക്കണം. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച സഭായോഗത്തിന് പ്രസംഗിച്ച ആ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം ഞാൻ പറയാം. 81-ാം സങ്കീർത്തനത്തിൽ നിന്ന് ജോസഫിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അവൻ മിസ്രൈമിൽ ചെന്നപ്പോൾ അവൻ അവിടെ അറിയാത്ത ഒരു ഭാഷ കേട്ടു എന്ന് എഴുതിയിരിക്കുന്നു. എബ്രായനാകുന്ന ജോസഫിന് മിസ്രൈമിലെ ഈജിപ്ഷ്യൻ ഭാഷയൊന്നും അറിയത്തില്ലായിരുന്നു. ഞങ്ങളൊക്കെ ബോംബെയിൽ വന്നപ്പോൾ ഹിന്ദി അറിയാതെ പരിഭ്രമിച്ചതുപോലെ പുതിയ നാട്ടിലെ ഭാഷയെ അറിയാതെ പരിഭ്രമിച്ച് നിൽക്കുന്ന ജോസഫ്. പക്ഷേ ജോസഫിന് മിസ്രൈമിലെ ഭാഷ അറിയില്ലായിരുന്നുവെങ്കിലും അവനൊരു ഭാഷ അറിയാമായിരുന്നു. അത് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഭാഷയായിരുന്നു. സ്വർഗവുമായി ഇടപെടുന്ന, സ്വർഗവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഭാഷയായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ബ്രോക്കൺ ഈജിപ്ഷ്യൻ ലാംഗ്വേജ് പറയുന്ന ജോസഫ്. കാരണം എന്താ? അവൻ്റെ ലാംഗ്വേജ് അത്ര ശരിയില്ല. അവൻ എബ്രായദാസൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുറേ മിസ്രി ലാംഗ്വേജൊക്കെ ഒന്ന് പഠിച്ചു. അങ്ങനെ കുറച്ചൊക്കെ ഒരു തട്ടിമുട്ടി
ഈജിപ്ഷ്യൻ ലാംഗ്വേജൊക്കെ പറയുന്ന ആൾ നമ്മുടെ ഭാഷയിൽ ഈ പിന്നെ തുക്കട ഹിന്ദി ഒക്കെ ഞങ്ങൾ പറയുന്ന പോലുള്ള ഹിന്ദിയൊക്കെ പറയുന്ന ഞങ്ങളെപ്പോലെയുള്ള ജോസഫ്, തുക്കട മിസ്രി ഭാഷ പറയുന്ന ജോസഫ്, പക്ഷേ അവൻ്റെ ദൂതിനു വേണ്ടി ഇന്ന് ഫറവോൻ കാതോർക്കുകയാണ്. കാരണം എന്താ? അവന് മിസ്രി ദേശത്തെ ഭാഷ അറിയില്ലായിരുന്നു, പക്ഷേ അവന് സ്വർഗവുമായിട്ട് വിനിമയം നടത്തുവാനുള്ള ഭാഷ അറിയാമായിരുന്നു. റെയ്നാഡ് ബോങ്കയ്ക്ക് വേണ്ടി രാഷ്ട്രത്തലവന്മാർ കാതോർത്തെങ്കിൽ, വിസ കൊടുത്തെങ്കിൽ അതിൻ്റെ കാരണം അവരേതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയിൽ ചേർന്നത് കൊണ്ടല്ല. ബില്ലി ഗ്രഹാം ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയോട് ചേർന്ന് നിന്നത് കൊണ്ടല്ല ഗ്രഹാമിനെ കേൾക്കുവാൻ ഇടത് വലത് വ്യത്യാസമില്ലാതെ എല്ലാ പ്രസിഡൻറ്റുമാരും വന്ന് നിന്നത്. കാരണം അവർക്കൊരു ഭാഷ അറിയാമായിരുന്നു. ഏത് രാജ്യത്തിൻ്റെ അംബാസഡറായിട്ടാണ് അവർ നിന്നത്? സ്വർഗത്തിൻ്റെ അംബാസഡറായിട്ട്. ആ സ്വർഗത്തിൻ്റെ ലാംഗ്വേജ് അവർക്ക് അറിയാമായിരുന്നു, സ്വർഗവുമായി വിനിമയം നടത്തുവാൻ അറിയാമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്നത്തെ പാഠഭേദം ഒരു സന്ദേശമായിട്ടങ്ങ് മാറുകയാണ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ഇവരുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് എനിക്ക് പറഞ്ഞു തരാനുള്ള പാഠം, ഈ പാഠഭേദത്തിലൂടെ പറഞ്ഞു തരാനുള്ള പാഠം, നമ്മൾ മലയാളികൾ, മലയാളി പെന്തക്കോസ്റ്റുകാർ ഈ ബില്ലി ഗ്രഹാമിൻ്റെയൊക്കെ ഈ സ്വഭാവങ്ങൾ, പ്രത്യേകിച്ചും കുടുംബത്തെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, വ്യക്തിജീവിതത്തിലെ സംശുദ്ധി, അതുപോലെ തന്നെ സാമ്പത്തിക വിഷയങ്ങളിലെ കൃത്യത, അങ്ങനെ കുറേ കാര്യങ്ങൾ, പിന്നെ വർണ്ണവെറിയില്ലാത്ത ഒരു ജീവിതശൈലി, ഇങ്ങനെ കുറേ പാഠങ്ങൾ, പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാരോട് ഇടപെടുമ്പോഴും അങ്ങോട്ടോ ഇങ്ങോട്ടോ ലൈൻ തെറ്റാതെ പൊളിറ്റിക്കലായി നിന്ന കാര്യം, ഇതൊക്കെ ഒന്ന് മാതൃകയാക്കിയാൽ നമ്മയും ദൈവം ഉപയോഗിക്കും. കേരളത്തിലെ ഏതെങ്കിലുമൊക്കെ പാസ്റ്ററുടെ വീടിൻ്റെ മുമ്പിൽ നയമാൻ്റെ രഥം വന്ന് നിൽക്കുന്നത് ഞാൻ ഒന്ന് എൻ്റെ ഹൃദയദൃഷ്ടി കൊണ്ട് കണ്ട് അങ്ങ് സന്തോഷിക്കുകയാണ്. അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ. ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന് കൊഹിമയിൽ പ്രസംഗിക്കാൻ കഴിഞ്ഞില്ല. നവംബർ മാസം 30-ാം തീയതിയായിരുന്നു മീറ്റിംഗ് നടക്കേണ്ടിയിരുന്നത്. പക്ഷേ ഞാൻ സന്തോഷിക്കുന്നു, നാഗാലാൻഡിൽ അതിൻ്റെ അടുത്ത ഒരു സ്റ്റേഡിയത്തിൽ ഡിസംബർ മാസം 2-ാം തീയതി മുതൽ മറ്റൊരു പ്രസംഗം നടന്നു. ഒരു പക്ഷേ ഫ്രാങ്ക്ലിൻ ഗ്രഹാമിൻ്റെ മീറ്റിങ്ങിൽ വരുന്നതിന് സാധ്യതയുള്ളതിലും ഇരട്ടിയായി ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു മീറ്റിംഗ്. അതിൽ പ്രസംഗിച്ചത് ഏതെങ്കിലും ഒരു വിദേശിയല്ല, അങ്കിത് സജ്വാൻ എന്ന് പറയുന്ന ഡൽഹിക്കാരൻ, ഒരു ഹിന്ദിക്കാരനാണ് പ്രസംഗിച്ചത്. അപ്പോൾ ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന് വിസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇന്ത്യയിൽ അങ്കിത് സജ്വാനെ പോലെ ഒക്കെയുള്ള കുറേ ദൈവദാസന്മാർ ഇനിയും എഴുന്നേറ്റ് വരട്ടെ. ഈ അങ്കിത് സജ്വാൻ്റെ ഡോക്ടറിനോടൊക്കെ എനിക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതെല്ലാം ഞാനങ്ങ് മറക്കുകയാണ്. എന്തുകൊണ്ട് മറക്കുക? ദൈവരാജ്യം എന്ന കൺസെപ്റ്റ് വരുമ്പോൾ ഈ പറഞ്ഞ മൈനറായിട്ടുള്ള ചില മൈന്യൂട്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മറന്നിട്ട് ഹൃദയത്തിൽ നിന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുക, നമ്മുടെ ബോംബെയിലും കേരളത്തിലും ഡൽഹിയിലും ഒക്കെ വലിയ ദൈവദാസന്മാർ, അതായത് ബില്ലി ഗ്രഹാമിനെ പോലെ, ഈ പറഞ്ഞ റെയ്നാഡ് ബോങ്കയെ പോലെ രാഷ്ട്രത്തലവന്മാർ ശ്രദ്ധിക്കുന്ന കൃപയുള്ള ശുശ്രൂഷയുള്ള ദൈവദാസന്മാർ എഴുന്നേറ്റ് വരേണ്ട ഒരു കാലഘട്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.